പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് മുണ്ടക്കയിലുണ്ടായ അതിഭീകരമായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിൻ്റെ കഥകൾ കേട്ട് നമ്മൾ ദൈനംദിനം ജനങ്ങൾ ഞെട്ടി വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയൊരു ദുരന്തമായി അത് ഇതിനുള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ആ ദുരന്തത്തെ പലരും പല രീതിയിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഈ ദുരന്തത്തെ മറയാക്കിക്കൊണ്ട് ചില വനം കൊള്ളക്കാർ അല്ലെങ്കിൽ വനം കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, അയാൾ ഈ ദുരന്തത്തെ മറയാക്കിക്കൊണ്ട് തന്നെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന വളരെ നീചമായിട്ടുള്ള ഒരു ശ്രമം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2020-21 സമയത്താണ് വയനാടിനെ ആകെ ഞെട്ടിച്ച മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു വനംകൊള്ള വെളിച്ചത്ത് വരുന്നത്. നമുക്കറിയാം, അതിനു മുമ്പുള്ള ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ സുസംഘടിതമായിട്ടുള്ള വനംകൊള്ളകളൊന്നും കേരളത്തിൽ നമ്മൾ കേട്ടിരുന്നില്ല. 2001-2006 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ കേട്ടിരുന്ന വനംകൊള്ളയ്ക്ക് ശേഷം വലിയ വനംകൊള്ളകളൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. എന്നാൽ 2020-21 മുട്ടിൽ മരമുറി എന്ന് പറയുന്ന വളരെ വലിയ ഒരു വനംകൊള്ളയെക്കുറിച്ചിട്ട് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. അന്ന് സർക്കാരിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു വിവാദ സർക്കാർ ഉത്തരവിൻ്റെ മറവിൽ വയനാടിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ശതകോടികളുടെ ഈട്ടി, തേക്ക് മുതലായിട്ടുള്ള രാജകീയ മരങ്ങൾ നിമിഷ നേരം കൊണ്ട് വെട്ടി കടത്തി എന്നുള്ളതായിരുന്നു ആ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ആ വലിയ വനംകൊള്ള. ആ വനംകൊള്ളയിൽ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ വലിയ പങ്ക് ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പിൻ്റെ പങ്കുണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ റവന്യൂ മന്ത്രിയുടെയൊക്കെ പങ്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ പോലെ സർക്കാർ അലക്കി വെളുപ്പിച്ചെടുത്തു. പക്ഷേ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടാണ് കേൾക്കുന്നത്. 2020-21 കാലഘട്ടത്തിലാണ് അതുണ്ടായത്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടന്നു വന്നത് 2-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ, അതുപോലെ തന്നെ അന്ന് വനം മന്ത്രി രാജു എന്ന് പറഞ്ഞൊരു മന്ത്രിയായിരുന്നാണ് എൻ്റെ ഓർമ്മ. CPI രണ്ടുപേരും CPIക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ വനം മന്ത്രി AK ശശീന്ദ്രനാണ്, റവന്യൂ മന്ത്രി രാജനാണ് CPIയുടെ. ഇവർ രണ്ടുപേരും അധികാരത്തിൽ വന്നതിന് ശേഷം 2-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ആ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന വ്യക്തി. ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാൾ പല കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു വിവാദ പുരുഷനാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അയാളാണ്. അയാളുടെ അനിയൻ റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതികൾ. ഈ ആൻഡോ അഗസ്റ്റിൻ നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തുക കൊടുത്ത് അയാൾ റിപ്പോർട്ടർ ചാനൽ വിലയ്ക്ക് മേടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് എന്നാണ് നമുക്കറിയാൻ കഴിയും. ആ റിപ്പോർട്ടർ ചാനൽ മേടിക്കാനുള്ള പണം അയാൾക്ക് എവിടെ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് സംബന്ധിച്ചിട്ടൊക്കെ ദുരൂഹതകളുണ്ട്. അതൊക്കെ മുട്ടിൽ മരമുറിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ അയാൾ വിലയ്ക്ക് മേടിച്ചു. അയാളിപ്പോൾ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചകളിലൊക്കെ ഇരുന്ന് പങ്കെടുക്കാറുണ്ട്. അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാടിനൊപ്പം ഒക്കെ വന്നിരുന്ന് ഇപ്പം വലിയ ഗഹനമായിട്ടുള്ള ചാനൽ ചർച്ചകളിലൊക്കെ ഇടപെടുന്ന വലിയൊരു മാധ്യമ പ്രവർത്തകനാകാനായിട്ട് ഈ വനം കൊള്ളക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടിൽ മരമുറി കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള ആൾ വലിയ മാധ്യമപ്രവർത്തകനാകാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ വയനാട്ടിലേക്ക് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അയാൾ പോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അയാൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അവിടെ മാധ്യമപ്രവർത്തകർ 10-16 പേരുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ. അവരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകൻ്റെ വേഷത്തിൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ വേഷപ്രച്ഛന്നനായി അയാൾ വയനാട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാനെത്തുമ്പോൾ തന്നെ അയാൾക്ക് എന്തൊക്കെയോ ഒരു ദുരുദ്ദേശം അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. കാരണം അയാളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഉടമയാണ്, മാനേജിങ് ഡയറക്ടറാണ്. അയാൾ ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ മൈക്കും എടുത്ത് ക്യാമറ തൂക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പോയത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം അയാൾ അവിടെ ചെല്ലുന്നു. അയാൾ പ്രധാനമായിട്ടും മന്ത്രിമാരെയൊക്കെയാണ് അയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം അയാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വയനാട് വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു. എന്നാൽ ഇന്നലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം 2 പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി സംസാരിക്കുന്നത് ഞാൻ കാണാനിടയായി. അതിലൊന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ, 2 റവന്യൂ മന്ത്രി കെ രാജൻ. ഈ 2 മന്ത്രിമാർക്കുള്ള പ്രത്യേകത എന്താ? ഈ 2 മന്ത്രിമാരുമായി ബന്ധപ്പെട്ടാണ് ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ അവരതിനകത്ത് പ്രതികളാണെന്നുള്ള അർത്ഥത്തിലല്ല. മുട്ടിൽ മരമുറി യഥാർത്ഥത്തിൽ 2 വകുപ്പുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഒന്ന് വനം വകുപ്പ്, കാരണം കാട്ടിൽ നിന്നുള്ള റവന്യൂ ഭൂമിയിൽ നിന്നുള്ള മരങ്ങളാണല്ലോ, തേക്ക് ഈട്ടി മുതലായിട്ടുള്ള വലിയ രാജകീയ മരങ്ങളാണല്ലോ കോടിക്കണക്കിലൂടെ മുറിച്ചുകൊണ്ടത്. അപ്പോൾ വനം വകുപ്പ് അതുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ പട്ടയഭൂമിയിലെ മരമാണ് മുറിച്ചത് എന്നുള്ളത് കൊണ്ട് റവന്യൂ വകുപ്പിനും അതിനകത്ത് ബന്ധമുണ്ട്. അപ്പോൾ മുട്ടിൽ മരമുറിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വനം വകുപ്പും ഒന്ന് റവന്യൂ വകുപ്പുമാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ഈ വനം കൊള്ളക്കാരനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ മൈക്കും തൂക്കിപ്പിടിച്ച് ക്യാമറയുമായിട്ട് ആദ്യം അദ്ദേഹം AK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ വനംവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം അയാൾ നേരത്തെ ചെല്ലുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനുമായിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഈ 2 മന്ത്രിമാർക്കും അറിയാമല്ലോ ഈ ആൻഡോ അഗസ്റ്റിൻ ഈ മുട്ടിൽ മരമുറി കേസിൽ പ്രതിയാണെന്നുള്ളത്. ഈ മുട്ടിൽ മരമുറി കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ തീരുമാനം ആയിട്ടില്ലല്ലോ. മുട്ടിൽ മരമുറി കേസിൽ നിന്ന് ആൻഡോ അഗസ്റ്റിനെ കുറ്റമുക്തനാക്കിയിട്ടില്ലല്ലോ. മുട്ടിൽ മരമുറി കേസിൽ ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ 1ാം പ്രതിയായി നിൽക്കുകയല്ലേ. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ കുറ്റപത്രം കോടതിയിൽ കിടക്കുകയല്ലേ, വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലെ ഒരു പ്രതി വേഷപ്രച്ഛന്നനായിട്ടാണെങ്കിലും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ വകുപ്പ് മന്ത്രിമാർ അയാൾക്ക് അഭിമുഖം കൊടുക്കാതിരിക്കുമല്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത്? കാരണം മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞ വലിയൊരു കേസുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു പ്രതി അയാൾ മാധ്യമപ്രവർത്തകരായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അയാളുടെ വനം കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വകുപ്പുകളല്ലേ ഈ വനം വകുപ്പും ഈ റവന്യൂ വകുപ്പും. അതിലെ മന്ത്രിമാർ ആ കേസിലെ പ്രതിയുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുന്നത് ശരിയാണോ എന്നാലോചിച്ച് നോക്ക്. ഇയാൾ VS അച്യുതാനന്ദനായിരുന്നു, VS അച്യുതാനന്ദന് മുമ്പിൽ ചെല്ലുമായിരുന്നു, മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുമായിരുന്നു, അതിനുള്ള ധൈര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഈ 2 മന്ത്രിമാർക്ക് ഉളുപ്പില്ലാത്തതാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അവിശുദ്ധ ബന്ധമുണ്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. AK ശശീന്ദ്രൻ്റെ മുന്നിൽ വരുമ്പോൾ AK ശശീന്ദ്രൻ അറിയാവുന്നതാണല്ലോ ആൻഡോ അഗസ്റ്റിനെ. AK ശശീന്ദ്രൻ്റെ മുമ്പിൽ ആൻഡോ അഗസ്റ്റിൻ വരുമ്പോൾ മിസ്റ്റർ, നിങ്ങൾ മുട്ടിൽ മരമുറി കേസിലെ പ്രതിയല്ലേ, നിങ്ങൾക്ക് എന്നെ എങ്ങനെയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയുക, നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂ തരുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നല്ലോ AK ശശീന്ദ്രൻ ചെയ്യേണ്ടത്. അയാളത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അയാൾക്കിത് ആൻഡോ അഗസ്റ്റിനാണെന്നും അയാൾ മുട്ടിൽ മരമുറി കേസിലെ പ്രതിയാണെന്ന് അറിയാമായിരുന്നിട്ടും അയാളൊന്നും അറിയാത്തതുപോലെ അയാൾ ഈ ആൻഡോ അഗസ്റ്റിനുമായിട്ട് സംസാരിക്കുകയാണ്. തീർത്തും അധാർമികമല്ലേ ഇത്? അതിനുശേഷം അയാൾ കെ രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെടുത്ത് ചെല്ലുന്നു. അയാളുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിന് ബന്ധമുണ്ട്. റവന്യൂ വകുപ്പ്, റവന്യൂ ഭൂമിയിൽ നിന്നിട്ടുള്ള മരങ്ങളാണ് കോടികളുടെ വെട്ടി മാറ്റിക്കൊണ്ടുപോയത് ഈ ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളല്ലേ ആ റവന്യൂ മന്ത്രി കെ രാജൻ അഭിമുഖം കൊടുക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല ആൻഡോ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ കെ രാജൻ ആൻഡോ അഗസ്റ്റിനെ നേരത്തെ അറിയാമെന്നല്ലേ അതിൻ്റെ അർത്ഥം? കെ രാജനും ആൻഡോ അഗസ്റ്റിനും തമ്മിൽ സൗഹൃദ ബന്ധമുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? അവർ രണ്ടുപേരും ഈ അഭിമുഖം ഈ പ്രതിക്ക്, ഈ വനംകൊള്ള കേസിലെ പ്രതിക്ക് കൊടുക്കുകയാണ്.
ഈ വനംകൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള ഈ ആൻഡോ അഗസ്റ്റിൻ ഇവരെ രണ്ടുപേരെയും പിന്നെ ഇവരെ രണ്ടുപേരെയും ഇൻ്റർവ്യൂ എടുത്തതിൽ അയാൾക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. കാരണം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്താ? ഈ കേസിലെ പ്രതിയാണ് ഞാൻ, പക്ഷേ എനിക്ക് ഈ മന്ത്രിമാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഞാൻ ഈ കേസിലെ പ്രതിയാണെങ്കിലും എനിക്ക് വനം വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട്, റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമല്ലേ ഇയാൾ ഇതിലൂടെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വയനാട് നടന്ന ഈ ദുരന്തം ഉപയോഗിച്ചുകൊണ്ട് വനം കൊള്ളക്കാർ സ്വയമേ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുട്ടിൽ മരമുറി കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ അയാൾ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ടിരുന്നിട്ട് പോലും അയാളൊരു റിപ്പോർട്ടർ എന്നുള്ള വ്യാജേന വയനാട് വരികയും താൻ ഉൾപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വനം വകുപ്പ് മന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാണ്. റവന്യൂ മന്ത്രിക്കും വനമന്ത്രിക്കും തെല്ലും ഉളുപ്പും ലജ്ജയും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വലിയ വനംകൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനുമായി അവർ സംസാരിക്കാൻ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വയനാട് ദുരന്തത്തിൽ നമ്മൾ മനോവ്യഥയിൽ നമ്മൾ കഴിയുമ്പോഴും ആ ദുരന്തത്തെ മറയാക്കിക്കൊണ്ട് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരുടെ മായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.